joy. That is the mystery of love. If you are in love, then you are full of joy. If we accept the good news that God loves us, that we are somebody very special to Him, that in tenderness and love He has created us, He has loved us, He keeps us alive and all that. Tenderness and love, that is the reason of all joy. And that's what Jesus came, that my joy may be yours. മദർ തെരേസ, ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം. പാവപ്പെട്ടവർക്കും കുഷ്ഠരോഗികൾക്കും ആസന്ന മരണർക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കുമിടയിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ കൈത്തിരി കത്തിച്ചവൾ. നിസ്വാർത്ഥ സേവനത്തിൻ്റെ ക്രൈസ്തവ മാതൃകയായി മനുഷ്യഹൃദയങ്ങളെ പ്രചോദിപ്പിച്ചവൾ. 1910 ഓഗസ്റ്റ് 26 യൂഗോസ്ലോവിയയിലെ സ്കോപ്ജയിലാണ് മദർ തെരേസ ജനിച്ചത്. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ചെറുപട്ടണമായിരുന്നു സ്കോപ്ജെ. പിതാവ് നിക്കോളാസ് ബൊജാക്സ്യു ഒരു കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്നു. അമ്മ ഡ്രെനാഫിൽ ബെർണായ് സാധുക്കളോടും അവഗണിക്കപ്പെട്ടവരോടും ഹൃദയാലുക്കളായിരുന്നു ഇരുവരും. ഭക്ഷണമോ കുപ്പായമോ പണമോ തേടിയെത്തുന്നവരെ ഒരിക്കലും വെറും കൈയോടെ പറഞ്ഞയച്ചിരുന്നില്ല. ആഗ്നസ് എന്നായിരുന്നു മദർ തെരേസയുടെ ചെറുപ്പത്തിലെ പേര്. പൂമൊട്ട് എന്നർത്ഥമുള്ള ഹോങ്സ് എന്നാണ് അവളുടെ അമ്മ അവളെ വിളിച്ചിരുന്നത്. ആഗ്നസിന് 8 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ പിതാവ് മരിച്ചു. ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം പിന്നീട് ജീവിച്ചത്. ആഗ്നസിന് 12 വയസ്സുള്ളപ്പോൾ കന്യാസ്ത്രീയാകണമെന്ന് ആഗ്രഹമുണ്ടായി. ആഗ്രഹം അമ്മയെ അറിയിച്ചു. കേവലം ഒരു കൊച്ചുകുട്ടിയായിരുന്നതിനാൽ അവളുടെ ആഗ്രഹത്തെ ആ അമ്മ പ്രോത്സാഹിപ്പിച്ചില്ല. അവൾ തൻ്റെ ഇഷ്ടത്തെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു. അമ്മയുടെ നിർദ്ദേശപ്രകാരം ആഗ്നസ് ഇടവക ദേവാലയത്തിലെ മരിയൻ സൊഡാലിറ്റിയിൽ അംഗമായി. സൊഡാലിറ്റിയിൽ നിന്ന് പുണ്യവാന്മാരുടെയും മിഷണറിമാരുടെയും ജീവിതങ്ങളെപ്പറ്റി മനസ്സിലാക്കി. അമ്മയുടെ വ്യക്തിത്വം മദർ തെരേസയെ ഏറെ സ്വാധീനിച്ചിരുന്നു. അവരുടെ ലാളിത്യം, വിനയം, പാവങ്ങളോടും രോഗികളോടുമുള്ള ദീനാനുകമ്പ ഇവയെല്ലാം മദർ തെരേസയെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. മറ്റു സഹോദരങ്ങളെക്കാൾ അമ്മയോട് സ്നേഹം ആഗ്നസിനായിരുന്നു. 18 വയസ്സായപ്പോൾ ഒരു സന്യാസിനിയാകണമെന്നുള്ള ആഗ്നസിൻ്റെ ആഗ്രഹം കൂടുതൽ തീവ്രമായി. ഒരിക്കൽ കൂടി അമ്മയുടെ അനുവാദത്തിനായി കാത്തിരുന്നു. ഇടവക ദേവാലയത്തിലെ അൾത്താരയുടെ മുന്നിൽ ആ അമ്മയും മകളും നിന്നു. മണിക്കൂറുകൾ നിശബ്ദമായി കടന്നുപോയി. ഒടുവിൽ അമ്മ മകളോട് പറഞ്ഞു, അവൻ്റെ കരങ്ങളിൽ നിന്റെ കൈവച്ച് അവനോടൊപ്പം എല്ലാ വഴികളിലും സഞ്ചരിക്കുക. 1928 സെപ്റ്റംബർ 26 സ്പഷ്ടമായ ദൈവനിയോഗത്തിന് സ്വയം സമർപ്പിച്ച് ബംഗാളിലെ ലൊറേറ്റോ മഠത്തിൽ ചേരാൻ ആഗ്നസ് തീരുമാനിച്ചു. അമ്മയും സഹോദരങ്ങളും സൊഡാലിറ്റിയിലെ സ്നേഹിതരും ഈറനണിഞ്ഞ കണ്ണുകളോടെ സ്കോപ്ജെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്നസിനെ യാത്രയാക്കി. ഏവർക്കും പ്രിയങ്കരിയായിരുന്ന ആ പൂമൊട്ട് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് കാരുണ്യത്തിൻ്റെ ഇതളുകൾ സൗമ്യമായി വിടർത്താനുള്ള പ്രയാണത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ക്ഷണനേരം കൊണ്ട് അമ്മയോടും അനുജത്തിയോടുമൊപ്പം ചെലവഴിച്ച സുന്ദര ദിനങ്ങൾ ഓർമ്മയായി. സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങുമ്പോൾ അമ്മയുടെ നേർക്ക് ആഗ്നസ് കൈ ഉയർത്തി വീശി. ആ അമ്മയുടെ കൈപ്പടം വിറച്ചിരുന്നുവോ? കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ അടർന്ന് വീഴുന്നുണ്ടായിരുന്നുവോ? ആഗ്നസ് തൻ്റെ അമ്മയെ അവസാനമായി കണ്ടതും അപ്പോഴായിരുന്നു. 1928 ഡിസംബർ മാസത്തിൽ ആഗ്നസ് ബോംബെയിൽ കപ്പലിറങ്ങി. സ്നേഹിതയായ മറ്റൊരു സിസ്റ്ററിനൊപ്പം ബോംബെ മെയിലിൽ ഹൗറ സ്റ്റേഷനിലെത്തി. 1929 ജനുവരി 10 കൽക്കത്തയിൽ നിന്ന് 400 മൈൽ അകലെയുള്ള ഡാർജിലിംഗിലെ ലൊറേറ്റോ മഠത്തിലേക്ക് അയക്കപ്പെട്ടു.
ഡാർജിലിംഗിലെ മഞ്ഞുമൂടിയ ഒരു മലയുടെ താഴ്വരയിൽ ലൊറേറ്റോ മഠത്തിൻ്റെ ചുമരുകൾക്കുള്ളിലിരുന്ന് ആഗ്നസ് തൻ്റെ ഉള്ളിലെ ആത്മീയ നിർബന്ധങ്ങൾക്ക് വിധേയപ്പെടുകയായിരുന്നു. 1931 മെയ് 24 ആഗ്നസ് വ്രതവാഗ്ദാനം ചെയ്ത് തെരേസ മാർട്ടിൻ എന്ന നാമം സ്വീകരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ സിസ്റ്റർ തെരേസ എൻഡെല്ലിയിലുള്ള ലൊറേറ്റോ കോൺവെന്റിന്റെ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി നിയോഗിക്കപ്പെട്ടു. കൽക്കത്ത നഗരത്തിന്റെ പ്രാന്തപ്രദേശമായിരുന്നു എൻഡില്ലി. നഗരത്തിലെ ചീഞ്ഞുനാറുന്ന ഓടകൾ, അതിനിരുവശവും കണ്ണെത്താ ദൂരത്തുള്ള ചേരികൾ, ആ കുടിലുകളിൽ ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ, രോഗികളും മരണാസന്നരും അവഗണിക്കപ്പെട്ടവരും പട്ടിണിപ്പാവങ്ങളും. ലൊറേറ്റോ കോൺവെന്റിലായിരുന്നെങ്കിലും സിസ്റ്റർ തെരേസ ചേരിയിലെ മനുഷ്യജീവിതത്തിൻ്റെ ദുരിതങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. കോൺവെന്റിൻ്റെ സുരക്ഷിതത്വത്തിലും സമ്പന്നതയിലും താൻ സുഖമായി കഴിയുകയും തൊട്ടപ്പുറത്ത് തെരുവോരങ്ങളിൽ മനുഷ്യർ വിശന്നും വീടില്ലാതെയും രോഗികളായും കഴിയുന്നു എന്ന തിരിച്ചറിവ് അവരെ ദുഃഖിപ്പിച്ചു. മനുഷ്യൻ്റെ വേദനകളിൽ പങ്കുചേരാതെയുള്ള സന്യാസം നിരർത്ഥകവും അപരാധവുമായി തോന്നി സിസ്റ്റർ തെരേസായ്ക്ക്. പാവപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കുന്ന ഹൃദയവുമായി 1946 സെപ്റ്റംബർ 10 സിസ്റ്റർ തെരേസ ധ്യാനത്തിനായി ഡാർജിലിംഗിലേക്ക് പോയി. യാത്രാമധ്യേ സിസ്റ്റർ തെരേസായ്ക്ക് തെരുവിലെ അഗതികളെ ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു ഉൾവിളിയുണ്ടായി. വിളിക്കുള്ളിലെ വിളിയെന്ന് മദർ തെരേസ തന്നെ പിൽക്കാലത്ത് വിശേഷിപ്പിച്ച ദൈവിക നിശ്ചയത്തിൻ്റെ വെളിപാടായിരുന്നു അത്. ധ്യാനം കഴിഞ്ഞ് കൽക്കത്തയിൽ തിരിച്ചെത്തിയ സിസ്റ്റർ തെരേസ തനിക്കുണ്ടായ ദൈവിക പ്രചോദനത്തെപ്പറ്റി ആത്മീയ ഗുരുവായിരുന്ന ഫാദർ വാൻ എക്സേമിനെ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് പെരിയാറിൽ നിന്നും രോഗികൾക്കും അഗതികൾക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള അനുവാദം നേടിയെടുക്കാൻ ഫാദർ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും വിരാമമിട്ടുകൊണ്ട് 1948 ഏപ്രിൽ മാസത്തിൽ ലൊറേറ്റോ കോൺവെന്റിന് വെളിയിൽ പോയി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള വത്തിക്കാൻ്റെ അനുമതി പത്രം ആർച്ച് ബിഷപ്പ് പെരിയാർ ഫാദർ വാൻ എക്സം വഴി സിസ്റ്റർ തെരേസായ്ക്ക് നൽകി. അന്ന് വൈകുന്നേരം ലൊറേറ്റോ മഠത്തിൻ്റെ ചാപ്പലിൽ സിസ്റ്റർ തെരേസായും മദർ സുപ്പീരിയർ സെനാക്കിളും ഫാദർ വാൻ എക്സമും മറ്റംഗങ്ങളും ഒരുമിച്ച് ചേർന്നു. ചാപ്പലിൻ്റെ സങ്കീർത്തിയിൽ നിന്ന് ഇനി മുതൽ താൻ ധരിക്കാൻ പോകുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് സിസ്റ്റർ തെരേസ വന്നു. കൽക്കത്ത മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാർ ധരിക്കുന്നത് പോലുള്ള നീലക്കരയുള്ള 3 സാരികളായിരുന്നു അവ. ഒപ്പം ഒരു ചെറിയ കുരിശും ജപമാലയും. മദർ സുപ്പീരിയറും സന്യാസിനികളും തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു. ജൂനിയർ സിസ്റ്റേഴ്സ് ഓരോരുത്തരായി വന്ന് സിസ്റ്റർ തെരേസായുടെ കരം ചുംബിച്ചു. ഫാദർ വാൻ എക്സം ആ വസ്ത്രങ്ങൾ വെഞ്ചരിച്ചു. അങ്ങനെ വെള്ളയും നീലയും കലർന്ന ആ വസ്ത്രങ്ങൾ സേവനത്തിൻ്റെ പ്രതീകമാവുകയായിരുന്നു. ഫാദർ വാൻ എക്സമിൻ്റെ നിർദ്ദേശപ്രകാരം ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മെഡിക്കൽ പരിശീലനത്തിനായി സിസ്റ്റർ തെരേസ പാട്നയിലുള്ള മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ആശുപത്രിയിലേക്ക് പോയി. പരിശീലനത്തിന് ശേഷം തിരികെ കൽക്കത്തയിലെത്തി. 1948 ഓഗസ്റ്റ് 17 ഫാദർ വെഞ്ചരിച്ച് നൽകിയ വെള്ളസാരിയിലൊന്നണിഞ്ഞ് മഠത്തിൻ്റെ സുരക്ഷിതത്വങ്ങളിൽ നിന്ന് സിസ്റ്റർ തെരേസ ത്യാഗനിർഭരമായ സേവന വഴികളിലേക്കിറങ്ങി. മോത്തീസിൽ എന്ന ചേരിയിലേക്കാണ് സിസ്റ്റർ തെരേസ ചെന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ 5 രൂപയും 2 സാരികളുമാണ് ഉണ്ടായിരുന്നത്. ചേരിയുടെ ഒത്ത നടുക്ക് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന വലിയൊരു കുളമുണ്ടായിരുന്നു. സിസ്റ്റർ തെരേസ പ്രിൻസിപ്പളായിരുന്ന സ്കൂളിലെ ചില കുട്ടികൾ ആ ചേരിയിൽ നിന്നും ഉള്ളവരായിരുന്നു. ആദ്യ ദിവസം തന്നെ കുറേ കുട്ടികൾ സിസ്റ്ററിന് ചുറ്റും കൂടി. അഴുക്കിലും ചെളിയിലും പുരണ്ട വൃത്തികെട്ട വസ്ത്രം ധരിച്ചവരായിരുന്നു അവർ. ഒരു സോപ്പ് വാങ്ങി അവരെയൊക്കെ സിസ്റ്റർ തെരേസ കുളിപ്പിച്ചു. പിറ്റേ ദിവസം ചേരിയിൽ ചെന്നപ്പോൾ 5 കുട്ടികൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെളിക്കുണ്ടിന് സമീപമുണ്ടായിരുന്ന മാഞ്ചുവട്ടിലേക്ക് സിസ്റ്റർ അവരെ വിളിച്ചുകൊണ്ടുപോയി. കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു. എഴുതാൻ കടലാസോ സ്ലേറ്റോ ചോക്കോ ബ്ലാക്ക് ബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിലത്ത് മണലിൽ ചുള്ളിക്കമ്പ് കൊണ്ട് അവർ അക്ഷരങ്ങൾ എഴുതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാർക്ക് സർക്കിൾ ദേവാലയത്തിലെ പുരോഹിതൻ സിസ്റ്റർ തെരേസായ്ക്ക് 100 രൂപ സംഭാവന നൽകി. പിറ്റേ ദിവസം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനുമായി മാസം 5 രൂപ നിരക്കിൽ 2 മുറികൾ അവർ
വാടകയ്ക്കെടുത്തു. മാസങ്ങൾ കടന്നു പോകവേ സിസ്റ്റർ തെരേസയുടെ സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. ഡിസ്പെൻസറിയിൽ രോഗികളുടെ നീണ്ട നിര കാണാമായിരുന്നു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും രോഗികൾക്ക് വേണ്ട മരുന്നുകളും ബാൻഡേജുകളും സിസ്റ്റർ തെരേസ കടകൾ തോറും കയറി ഇറങ്ങി ഇരുന്നു വാങ്ങുമായിരുന്നു. സിസ്റ്റർ തെരേസയെ സഹായിക്കാൻ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും സേവന സന്നദ്ധരായ ഡോക്ടർമാരും വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ സിസ്റ്റർ തെരേസ ചേരിയിലൂടെ കടന്നു പോകുമ്പോൾ ചവറുകൂനകൾക്കിടയിൽ നിന്ന് നേർത്തൊരു കരച്ചിൽ. ചെന്നു നോക്കുമ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ജനിച്ച ഒരു കുഞ്ഞിനെ പഴന്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്നു. സിസ്റ്റർ തെരേസ അതിനെ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും വാരിയെടുത്തു. തുടർന്ന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ കൽക്കത്ത ചേരിയിലെ മാലിന്യ കൂമ്പാരങ്ങൾ അരിച്ചുപെറുക്കി ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടെടുക്കാൻ തുടങ്ങി. ഇത് ശിശുഭവൻ തുടങ്ങുവാൻ കാരണമായി. കോരിച്ചൊരിയുന്നൊരു മഴയത്ത് മദർ തെരേസ ട്രാമിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. റോഡ് വക്കിലെ മരച്ചുവട്ടിൽ കൂനിക്കൂടിയിരുന്നൊരു വൃദ്ധനെ മദർ തെരേസ കണ്ടു. വാഹനത്തിൽ നിന്നിറങ്ങാൻ നിവൃത്തിയില്ലായിരുന്നു. കുറച്ച് മരുന്നുകളുമായി പെട്ടെന്നു തന്നെ അവർ തിരികെ എത്തി. അപ്പോഴേക്കും നിലത്ത് കെട്ടിക്കിടന്നിരുന്ന ചെളിവെള്ളത്തിലേക്ക് മുഖം കുത്തി വീണ് അയാൾ മരിച്ചിരുന്നു. മദർ തെരേസയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. മനുഷ്യന് അന്തസ്സായി മരിക്കാനുള്ളൊരിടം കണ്ടെത്താനായിരുന്നു പിന്നീടുള്ള അവരുടെ പരിശ്രമം. അങ്ങനെയാണ് കൽക്കത്തയിലെ കാളിക്ഷേത്രത്തിന് സമീപം ഒരൊഴിഞ്ഞ കെട്ടിടത്തിൽ മരണാസന്നരെ ശുശ്രൂഷിക്കുന്ന നിർമ്മൽ ഹൃദയ് സിസ്റ്റർ തെരേസ ആരംഭിക്കുന്നത്. കാളിക്ഷേത്രത്തിലെ ശാന്തിക്കാരും തദ്ദേശവാസികളും അതിനെ ശക്തമായി എതിർത്തു. സിസ്റ്റർ തെരേസയെ ഭീഷണിപ്പെടുത്തി. മതം മാറ്റാനാണ് ഈ പ്രയത്നമെന്ന് ആരോപിച്ചു. ഒരു ദിവസം അക്രമാസക്തരായ ജനക്കൂട്ടം ഭവനത്തിന് നേരെ കല്ലെറിഞ്ഞു. അക്രമികൾ അകത്ത് കയറി നോക്കുമ്പോൾ മദർ തെരേസ ഒരു മരണാസന്നനെ ശുശ്രൂഷിക്കുകയായിരുന്നു. അതുകണ്ട് അവർ പിരിഞ്ഞുപോയി. 1949 ഫെബ്രുവരിയിലാണ് സിസ്റ്റർ തെരേസ കൽക്കത്തയിലെ 14th ക്രീക്ക് ലെയിനിലെ മൈക്കിൾസ് ഗോമസിൻ്റെ ഭവനത്തിൻ്റെ 2ാം നിലയിലേക്ക് താമസം മാറ്റിയത്. ക്രീക്ക് ലൈനിലെത്തി 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ തെരേസയുടെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന സുഭാഷിണി ദാസ് അവിടെ എത്തി. 7ാം ക്ലാസ് മുതൽ സുഭാഷിണിയുടെ അധ്യാപികയായിരുന്നു സിസ്റ്റർ തെരേസ. മദറിനോടൊപ്പം രോഗികളെ ശുശ്രൂഷിക്കാൻ എത്തിയതായിരുന്നു അവർ. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനം സുഭാഷിണി ദാസ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആദ്യ അംഗമായ സിസ്റ്റർ ആഗ്നസ് അർപ്പണം നടത്തി. മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിനി മഗ്ദലീന ഗോമസ് സി ജയത്രൂഡായി വ്രതവാഗ്ദാനം ചെയ്തു. പിന്നീട് ആ കൊച്ചു സമൂഹം ഒരു സന്യാസിനി സമൂഹമായി വളർന്നു. 1950 ഒക്ടോബർ 7 കൽക്കട്ടയിലെ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹം ഔദ്യോഗിക നിയമാവലിയോടുകൂടി പ്രവർത്തനം തുടങ്ങി. കൽക്കത്തയിലെ ധാപ്പ എന്ന ചേരിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മദർ തെരേസയോട് എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്നുവെന്ന് ചോദിച്ചപ്പോൾ, കൈവിരൽ അറ്റുപോയ ഈ ശരീരം ക്രിസ്തുവിൻ്റേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഗതികളുടെയും രോഗികളുടെയും മുറിവേറ്റ ശരീരങ്ങൾ പരിചരിക്കുന്നതിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെയാണ് സ്പർശിക്കുന്നത് എന്നായിരുന്നു അവരുടെ ഉത്തരം. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തന മേഖലകൾ സാവധാനം വിപുലമായി വന്നു. 1959 കൽക്കത്തയ്ക്ക് പുറത്ത് റാഞ്ചിയിൽ മദർ തെരേസ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ഡൽഹിയിലായിരുന്നു. പ്രധാനമന്ത്രി നെഹ്റുവാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്ഥിരമായൊരു വരുമാനം മദർ തെരേസയ്ക്കില്ലായിരുന്നു. അഭ്യുദയകാംക്ഷികളുടെ സംഭാവനകളായിരുന്നു അവരുടെ സാമ്പത്തിക സ്രോതസ്. വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും സംഭാവനയായി ലഭിക്കുമായിരുന്നു. ഇല്ലാതെ വരുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും ചോദിച്ചു വാങ്ങുമായിരുന്നു. ഒരിക്കൽ ഡൽഹിയിലെ ശിശുഭവനിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വലഞ്ഞിരിക്കുകയായിരുന്നു. കുറച്ചരിയിരുന്നത് കുട്ടികൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ നിന്നും ഒരു കാറിൽ നിറയെ തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത പച്ചക്കറികൾ മരുമകൾ സോണിയാഗാന്ധി കൊടുത്തുവിട്ടിരിക്കുന്നു. ആവശ്യം വരുമ്പോൾ അത് നിറവേറ്റാനുള്ള മാർഗം ദൈവം തന്നെ കാണിച്ചു തരുമെന്നായിരുന്നു
മദർ തെരേസയുടെ ഉറച്ച വിശ്വാസം. 1963 മിഷണറീസ് ഓഫ് ചാരിറ്റി ബ്രദേഴ്സ് രൂപീകൃതമായി. ആൺകുട്ടികളുടെയും പുരുഷന്മാരായ രോഗികളുടെയും അശരണരുടെയും ശുശ്രൂഷ മദർ തെരേസ അവരെ ഏൽപ്പിച്ചു. ഹൗറ റെയിൽവേ സ്റ്റേഷൻ, കുഷ്ഠരോഗ ശുശ്രൂഷ കേന്ദ്രങ്ങൾ, എയ്ഡ്സ് ബാധിതരുടെ ശുശ്രൂഷ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവർ എന്നിവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ബ്രദേഴ്സ് ഏറ്റെടുത്തു. 10 വർഷം കൊണ്ടവർ കൽക്കത്തയുടെ പരിസര പ്രദേശങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. പട്ടിണിയോ യുദ്ധക്കെടുതികളോ ഭൂകമ്പമോ പകർച്ചവ്യാധികളോ ക്ഷാമമോ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടായാലും മദർ തെരേസായും സംഘവും അവിടെ എത്തുമായിരുന്നു. ഒരിക്കൽ ലെബനോനിലെ ബെയ്റൂട്ടിൽ യുദ്ധക്കളത്തിന് നടുവിൽ ഷെല്ലുകൾ വീണ് തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരാശുപത്രിയിൽ നിന്നും 37 കുഞ്ഞുങ്ങളെ മദർ നേരിട്ട് രക്ഷിക്കുകയുണ്ടായി. പട്ടാളക്കാർ പോലും ഭയപ്പെട്ട് പിൻവാങ്ങിയ സന്ദർഭത്തിൽ മദർ തെരേസയുടെ അസാമാന്യമായ ധൈര്യം ഏറെ ശ്ലാഘിക്കപ്പെട്ടു. 1965 വെനിസ്വേലയിലാണ് ഭാരതത്തിന് വെളിയിൽ ആദ്യമായി മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലേക്ക് മദറിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, കുഷ്ഠരോഗ ക്ലിനിക്കുകൾ, അനാഥാലയങ്ങൾ, വികലാംഗരും മന്ദബുദ്ധികളുമായ കുട്ടികൾക്കുള്ള കേന്ദ്രങ്ങൾ, ആസന്ന മരണർക്കും എയ്ഡ്സ് രോഗികൾക്കുമുള്ള ആലയങ്ങൾ, ലഹരി വിമോചന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം വിവിധ രാജ്യങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആതുര ശുശ്രൂഷയുടെ വിവിധ മുഖങ്ങളായി മാറി. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള മാർഗമായിരുന്നു മദർ തെരേസയ്ക്ക് ആതുര ശുശ്രൂഷ. ചവറുകുനയിൽ പനി പിടിച്ചു കിടന്നിരുന്ന ഒരു സ്ത്രീയെ കാളിഘട്ടിലെ തൻ്റെ ഭവനത്തിലേക്ക് മദർ തെരേസ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി. സ്വന്തം മകൻ അവരെ ചവറുകൂനയിൽ ഉപേക്ഷിച്ചു പോയതിൽ അവർ കഠിന ദുഃഖിതയായിരുന്നു. അവർ വിതുമ്പിക്കരയുന്നുണ്ടായിരുന്നു. മകന് മാപ്പ് കൊടുക്കുവാൻ മദർ തെരേസ അവരെ നിർബന്ധിച്ചു. അവസാനം ആ സ്ത്രീ തൻ്റെ മകന് മാപ്പ് കൊടുത്തു. മദർ തെരേസയുടെ കൈകളിൽ കിടന്ന് അവരെ നോക്കി മന്ദഹസിച്ച് ശാന്തമായി മരിച്ചു. നിങ്ങൾക്ക് നന്ദി എന്നായിരുന്നു അവസാനമായി അവർ പറഞ്ഞത്. തനിക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ മന്ദഹാസങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് മദർ തെരേസ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ സേവനത്തിലൂടെ പ്രകാശപൂർണമായ ദൈവിക സൗന്ദര്യത്തെയാണ് അവർ അനുഭവിച്ചിരുന്നത്. മദർ തെരേസയുടെ സമാനതകളില്ലാത്ത മനുഷ്യ സേവനത്തെ മുൻനിർത്തി 700ഓളം രാഷ്ട്ര അന്താരാഷ്ട്ര ബഹുമതികൾ നൽകപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവ: 1962 പത്മശ്രീ, 1962 തന്നെ ഫിലിപ്പീൻ സർക്കാരിൻ്റെ മാഗ്സസെ അവാർഡ്, 1971 മാർപ്പാപ്പയുടെ സമാധാന അവാർഡ്, 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, 1980 ഭാരതരത്ന, 1983 ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഓണററി ഓർഡർ ഓഫ് മെരിറ്റ്, 1985 അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്വാതന്ത്ര്യ മെഡൽ, 1993 പ്രേ എക്ലീസിയ എക്സ് പൊന്തിഫിക്ക. അവാർഡുകളോ ആദരങ്ങളോ മദർ തെരേസയെ ഉദ്ധതയാക്കിയില്ല. നോബൽ സമ്മാനത്തിലൂടെ ലഭിച്ച തുക പോലും അവർ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു യാചകൻ മദർ തെരേസയെ നേരിട്ട് കാണണമെന്നാവശ്യപ്പെട്ടു വന്നു. മദർ അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തുളവീണ തൻ്റെ തകരപാത്രത്തിലുണ്ടായിരുന്ന ആ ദിവസത്തെ സമ്പാദ്യം മദറിന് സംഭാവന നൽകി. കഷ്ടിച്ച് 2 രൂപയുണ്ട്. മദർ തെരേസ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. അത് സ്വീകരിച്ചാൽ അയാൾ രാത്രി പട്ടിണിയാകും, നിരസിച്ചാൽ വേദനിക്കും. സ്വീകരിക്കാൻ തീരുമാനിച്ചു. അയാൾ സന്തോഷപൂർവ്വം മദറിൻ്റെ കൈ ചുംബിച്ചു. നോബൽ സമ്മാനത്തേക്കാൾ വിലപ്പെട്ട സമ്മാനമായിരുന്നു മദർ തെരേസയ്ക്ക് ആ 2 രൂപ. നീണ്ട വർഷങ്ങളിലെ വിശ്രമമില്ലാത്ത കഠിനാധ്വാനം മദറിനെ ശാരീരികമായി തളർത്തി. നട്ടെല്ലിനുണ്ടായിരുന്ന കഠിനവേദന നിമിത്തം അവസാന നാളുകളിൽ വീൽ ചെയറിലാണ് സഞ്ചരിച്ചിരുന്നത്. മദറിൻ്റെ അനാരോഗ്യം മൂലം സിസ്റ്റർ നിർമ്മലയെ 1997 മാർച്ച് 13 സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുത്തു.
1997 സെപ്റ്റംബർ 5-ാം തീയതി രാത്രി 8 മണിക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശാന്തിയും പ്രത്യാശയും നൽകാൻ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച ആ മഹതി തൻ്റെ ഓട്ടം പൂർത്തിയാക്കി. 36 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിദേശകാര്യമന്ത്രിമാരും ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനെത്തി. ലക്ഷക്കണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കടന്നുപോയി. മദറിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വഴികൾക്കിരുവശവും നിലയുറപ്പിച്ചു. 1997 സെപ്റ്റംബർ 13-ാം തീയതി മദർ തെരേസയുടെ ഭൗതിക ശരീരം സർക്കാർ ബഹുമതികളോടെ മദർ ഹൗസിലെ കല്ലറയിൽ സംസ്കരിച്ചു. നീണ്ട പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 സെപ്റ്റംബർ 4-ന് മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആഗോള സഭയ്ക്ക് വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു അവ. ആ വിശുദ്ധ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ റോമിലെത്തി. മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവവും മനുഷ്യരും അംഗീകരിച്ചു. സ്കോപ്ജയിലും ഡബ്ലിനിലെ ലൊറേറ്റോ കോൺവെന്റിൽ നിന്നും ആരംഭിച്ച് വിദൂരസ്ഥമായ ബംഗാളിലും അവിടെ നിന്ന് ഭാരതത്തിലും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കും ആ പ്രയാണം നീണ്ടു. അവർ സഞ്ചരിച്ച പാതകൾക്കിരുവശവും സേവനത്തിൻ്റെയും വിശുദ്ധിയുടെയും ലില്ലിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. 1000 മനുഷ്യജന്മങ്ങൾ കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ കഴിയുന്ന പുണ്യം ഒരു ജന്മം കൊണ്ട് പൂർത്തിയാക്കിയവൾ. പ്രപഞ്ചം നിറയുന്ന പരമകാരുണികനായ പ്രപഞ്ചപിതാവിൻ്റെ സ്നേഹസുരഭിലമായ ഹൃദയത്തിനു നേരെ ഉയർത്തപ്പെട്ട കൂപ്പുകരങ്ങളായിരുന്നു അവരുടെ ജീവിതം. നദിയിലൂടെ ഒഴുകിവരുന്ന വിളക്കുകൾ പോലെ അവരുടെ കർമ്മപുണ്യങ്ങൾ കാലഘട്ടങ്ങൾക്കപ്പുറത്തു നിന്ന് ഒഴുകിവരുന്നു. വിസ്മയാദരങ്ങളോടെ ലോകാരാധ്യയായ കനിവിൻ്റെ മാലാഖയെ നാം തേടുന്നു.